അങ്ങനെ കുട്ടനാടൻ താറാവ് മപ്പാസ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. കുട്ടനാടൻ താറാവ് മപ്പാസ് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇത് വാങ്ങിച്ച് ഇതുപോലൊന്ന് കറി വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ അങ്ങനെ ഞാൻ ഒരു താറാവിനെ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങോട്ട് പോകാനായിട്ട്. നടന്നു പോവുക അങ്ങോട്ട്. നമ്മൾ താറാവിനെ വാങ്ങിച്ച് കണ്ടോ, അവർ പൊളിച്ചു ഈ അകത്തെ കുടലൊക്കെ എടുത്ത് കളഞ്ഞു തരുത്തതേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ തന്നെ വേണം ചെയ്യാനായിട്ട്. ഈ താറാവിൻ്റെ വില 450 രൂപയാണ്. ഇതിന് വില 450 രൂപ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് വില കൂടുതലാണ്. പലരുടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്, അല്ല ഞാൻ വാങ്ങിക്കത്തില്ലായിരുന്നു. അപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഇത് കട്ട് ചെയ്തെല്ലാം ചെയ്യണം, നന്നായി കഴുകണം. പിന്നെ കാണിച്ചു തരാം. കുറേ പ്രാവശ്യം ഞാൻ ഉപ്പിട്ട് കഴുകി. അതിനുശേഷം ഇപ്പം ഞാനിത് വിനാഗിരി ഒഴിച്ച് വെച്ചേക്കുവാണ്. വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇത് വാലയ്ക്ക് വെച്ചെടുക്കണം. അപ്പോഴത്തേക്കിന് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കട്ടെ. അങ്ങനെ ഞാൻ താറാവ് നല്ലവണ്ണം കഴുകി. ആദ്യം ഉപ്പിട്ട് കുറേ പ്രാവശ്യം കഴുകി. അതിനുശേഷം വിനാഗിരി ഒഴിച്ച് കുറേ നേരം ഞാൻ വെച്ചതിന് ശേഷം പിന്നെ കഴുകി വാലയ്ക്ക് വെച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. താറാവ് ചിക്കൻ നമ്മൾ വേവിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ നേരം ഇട്ട് വേണം താറാവ് വേവിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കുക്കറിനകത്തേക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉള്ളിയല്ല സവാളയാണ്, സവാള ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഞാൻ ഇടുകയാണ് ഇതിനകത്തിലേക്ക്. അതിനുശേഷം നമുക്ക് കുറച്ച് കരിയാപ്പില ഇടാം. കരിയാപ്പില ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുരുമുളകാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. കുരുമുളക് പൊടി ഇടാം. പിന്നെ ഇതിനകത്ത് കുറച്ച് കറുവാപ്പട്ടയുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത്രയുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ കൈ ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 4 സീറ്റ് അടുപ്പിക്കണം ഇതിന്. ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത്. 7 മണിയോളമായി. അപ്പോൾ അതുകൊണ്ടാണ് വെട്ടം. ഞാൻ ടോർച്ചും അടിച്ചു വെച്ചിട്ടാണ് അപ്പോൾ നമ്മളിത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇത്രയും തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മൾ കുക്കറിനകത്തേക്ക് ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 4 സീറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് കാണാം. താറാവ് വെന്തു. 4 സീറ്റ് അടുപ്പിച്ച് ഞാൻ വെച്ചു. അതിനുശേഷം ഒരു ഉരുളി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അപ്പം നമുക്ക് ഉരുളിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള ഇട്ട് നല്ലവണ്ണം നമുക്ക് ഇളക്കാവുന്ന. ഉപ്പിട്ടില്ലായിരുന്നു, നമുക്ക് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിടാം, വേണേൽ പിന്നെ നമുക്കിടാം. എന്നിട്ട് സവാള നല്ലവണ്ണം നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചതാണ്, നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടു. നമുക്ക് നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് മസാലകളൊക്കെ ഇടാനായിട്ട്. ഇതിന് കുരുമുളകാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. കുരുമുളക് ഇതിൻ്റെ താറാവ് ഇറച്ചി വെക്കുമ്പോൾ കുരുമുളക് മുന്നിൽ നിൽക്കണം. ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും നമുക്കിടാം.
നമ്മൾ അതിനകത്തിലേക്ക് ഇട്ടായിരുന്നു. നേരത്തെ താറാവ് വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് അവത്തിലേക്ക് ഇട്ടായിരുന്നു. ഇതിന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ചേർക്കാതെ ഇത് ഒരു വലിയ തക്കാളിയാണിത്. തക്കാളി ചേർത്ത് നമുക്ക് നല്ലതായിട്ട് ഇളക്കാം. കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത്. നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലതായിട്ട് ഇളക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. താറാവ് ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ശകലം മുളക് പൊടി കൂടിപ്പോയതുകൊണ്ടാണ് ഈ കളറ്. ഞാൻ 1-ാം പാൽ ഒഴിച്ചിട്ടില്ല, 2-ാം പാൽ ഒഴിച്ചാണ് ഞാനിത് വേവിച്ചത്. അപ്പോൾ ഇതിനകത്തിലേക്ക് നമുക്കിനി പെരിഞ്ജീരകം ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് കുറച്ച് കരിയാപ്പിലയും കൂടി നമുക്കിടാം ഇതിനകത്തിലേക്ക്. അപ്പം നമുക്കിനിയും 1-ാം പാൽ ഒഴിക്കാം. ഇതിലേക്ക് നല്ല കട്ടപ്പാൽ ഞാൻ എടുത്ത് വെച്ചേക്കാണ്. 1-ാം പാൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്കൊന്ന് ഇളക്കാം. താറാവ് മപ്പാസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഞാൻ പപ്പയ്ക്ക് താറാവ് കറി കൊടുത്തിട്ടുണ്ട്, താറാവ് മപ്പാസ്. അപ്പം പപ്പ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. പപ്പ കറി എങ്ങനെയുണ്ട്? കൊള്ളത്തില്ലയോ? ഞാൻ ഈ 5-6 മണിക്കൂർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇത് കൊള്ളത്തില്ലേ? ഇതിനെന്താണ് പോരാഴിക? ഇതിൻ്റെ പോരാഴിക എന്താണ്? കണ്ട ഗൈസ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ കെട്ടുവൻ പറഞ്ഞു ഇത് കൊള്ളത്തില്ലെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഇത് അടിപൊളി കറിയാണ്. കൂട്ടുകാരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.